ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ് കേട്ടോ. അതിന് നയനയും ആദർശും ചന്തുമോളെ സ്കൂളിൽ ചേർക്കുവാനുള്ള തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ ആദർശാണെങ്കിൽ ചന്തുമോളുടെ എല്ലാ സർട്ടിഫിക്കറ്റൊക്കെ ചന്തുമോളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ എല്ലാം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ മാക്സിമം അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അവളെ സ്കൂളിൽ കൊണ്ട് ചേർത്താൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പം അല്ല, വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട് അനക്കൊക്കെ ഇപ്പം വല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല, അതേപടി തന്നെയാണ് കിടക്കുന്നത്, അനങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റുന്നൊന്നുമില്ല. എന്തോ അവിടെ ചെല്ലുമ്പോ ആ പെൺകൊച്ചിന്റെ കണ്ണീര് വരുന്നുണ്ട്. അപ്പൊ എല്ലാം മനസ്സിലാവുന്നുണ്ട് ആ കുട്ടിക്ക്. പക്ഷെ ഒന്ന് ചലിക്കാൻ കൂടി പറ്റാതെ തന്നെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തൊരവസ്ഥയാണ് ആദർശേട്ടാ, അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയിപ്പം നമ്മൾ വേറെ ഒന്നുമല്ല നോക്കേണ്ടത്, ചന്തുമോളുടെ ജീവിതം സേഫ് ആകണം. അവളെ ഇനി സ്കൂളിൽ ചേർക്കണമല്ലോ. അവളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് അവൾക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾക്ക് വേണ്ടി ചെയ്യണം. അതുമാത്രമേ ഇനി നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പിന്നെ അവളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പം അഭിയുടെ പേര് അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് വെക്കേണ്ടി വരുമോ? അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും പോകുമ്പോഴേ ചെയ്യാം. ഇനിയിപ്പോൾ അഭിയുടെ പേര് വെച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അഭിയുടെ പേര് തന്നെ വെക്കേണ്ട വരും. പിന്നെ ഇൻഷ്യലൊക്കെ കൊടുക്കുമ്പം ചന്തുമോളെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് നോക്കി കഴിയുമ്പം അയ്യോ ആദർശേട്ടാ, ഇതേ കുട്ടിയുടെ പിറന്നാൾ അടുത്തല്ലോ, ജൂലൈ 10 കുട്ടിയുടെ പിറന്നാള്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം അയ്യോ അപ്പം ഇനിയിപ്പം 2 ദിവസം കൂടെ ഇല്ലേ ഉള്ളൂ. അതെ, അവളുടെ പിറന്നാൾ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. എങ്കിൽ പിന്നെ പിറന്നാളും വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കണം. പിറന്നാൾ ആഘോഷിക്കാതിരിക്കുന്നത് എന്തിനാ? അവർക്ക് സന്തോഷം വരുന്നതൊക്കെ നമുക്ക് ചെയ്യണം. അവളുടെ വീട്ടിലാണെങ്കിൽ അവളുടെ അമ്മ പിറന്നാൾ ആഘോഷിച്ച് കേക്കൊക്കെ മുറിക്കില്ലായിരുന്നോ? അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ തന്നെ അവളുടെ പിറന്നാൾ നമുക്ക് ഈ പ്രാവശ്യം നടത്താം. ഇത് ചന്തുമോൾക്ക് അറിയായിരിക്കുമോ? അവൾ നല്ല അറിവുള്ള കുട്ടിയാ. അപ്പൊ അവൾക്ക് അവളുടെ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ അറിയായിരിക്കുമല്ലോ. ഏതായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കാം. എന്നിട്ട് അവൾക്കൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം. ഈ പിറന്നാള് അവൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ നല്ലൊരു പിറന്നാളായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ നയനിയും ആദർശം കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ യോഗയൊക്കെ ചെയ്യുന്നു. തൊട്ടടുത്ത് ചന്തുമോളും അതുപോലെ തന്നെ വസുന്ധര ഇരിപ്പുണ്ട്. അപ്പം വസുന്ധര പറയാം, മോളെ ചന്തുമോളെ കണ്ടോ, മോളുടെ മുത്തശ്ശൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടോ? ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? മോളുടെ മുത്തശ്ശന്റെ കയ്യിലില്ലാത്ത അഭ്യാസങ്ങളില്ല, എല്ലാ അഭ്യാസങ്ങളും പഠിച്ചവനാണ് മോളുടെ മുത്തശ്ശൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനന്തമൂർത്തി ഇങ്ങനെ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും മോളും ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുകയാണ്. അതെ, ആ മുത്തച്ഛന്റെ ഓരോ അഭ്യാസം കണ്ടിട്ട് മോള് ചോദിക്കായിരുന്നു ഇത് എന്തൊക്കെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, മോള് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായി? അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നാളെ തന്നെ കൊണ്ടുപോയി കുട്ടിക്ക് അഡ്മിഷൻ എടുക്കണം, നാളെ തന്നെ അവളെ ചേർക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ വേറൊരു കാര്യം മോളോട് ചോദിക്കാനുണ്ട് എനിക്ക്. മോളുടെ ബർത്ത്ഡേ എന്താണ്? അത് എൻ്റെ ബർത്ത്ഡേ ജൂലൈ 10 ആണല്ലേ? അപ്പോൾ ജൂലൈ 10 ഇങ്ങ് വന്നല്ലോ. അപ്പൊ തൊട്ടടുത്തായല്ലോ മോളുടെ ബർത്ത്ഡേ എന്ന് നമ്മുടെ വസുന്ധര പറഞ്ഞപ്പോ എന്റെ ബർത്ത്ഡേ അടുത്തു. അപ്പോഴത്തേക്ക് നയനയും പറഞ്ഞു അതെ, ഇവളുടെ ബർത്ത്ഡേ ജൂലൈ 10 തന്നെയാണ്. ഇവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണം മുത്തച്ഛ എന്ന് പറഞ്ഞപ്പം നമ്മുടെ അനന്തമൂർത്തിയും പറയാ അതിനിപ്പോ എന്താ, മോളുടെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും. എന്താ മോക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് സന്തോഷമുള്ളൂ. അല്ല, മോളുടെ പിറന്നാളെ ഇതിനു മുമ്പ് മോൾ ആഘോഷിച്ചിട്ടുണ്ടോ? മോള് ഓർത്തിരിപ്പുണ്ടോ? അതുകൊണ്ടാണോ ജൂലൈ 10 മോള് മറക്കാത്തത്? എൻ്റെ പിറന്നാളിന് എൻ്റെ അമ്മ കേക്ക് മുറിക്കും, ഞാനും അമ്മയും മാത്രമായിട്ട്, വേറെ ആരും ഉണ്ടാവില്ല. എല്ലാ പിറന്നാളിനും എൻ്റെ അമ്മ കരയും, പാവം. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീരിങ്ങനെ തുടച്ചു കൊടുക്കും. ഈ പ്രാവശ്യം എൻ്റെ അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് വരില്ലല്ലേ? പാവം, എൻ്റെ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ, നടന്നു വരാനും പറ്റില്ലല്ലോ. അതിനെന്താ, മോള് വിഷമിക്കണ്ട കേട്ടോ. പിറന്നാൾ ദിവസം ഞങ്ങൾ മോളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകും, പോരെ? അതുപോലെ മോളുടെ കേക്ക് മോളുടെ അമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും, അതുപോലെ? അത് മതി നയനാമ്മേ, ആദർശ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കുട്ടി. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
നന്ദുവിനെ നന്ദുവിന്റെ കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ആ ട്രെയിനറുടെ കാര്യം തന്നെയാട്ടോ സംസാരിക്കുന്നത്. ട്രെയിനറുടെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് വാതിലിൽ ഒരു കൊട്ട് കേൾക്കുന്നത്. അപ്പൊ ഇവര് പോയി വാതിൽ തുറന്നപ്പോ എന്തേ നയനിയും ആദർശം മുമ്പിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ നയനിയും ആദർശനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ നന്ദുവിന് വല്ലാത്ത സന്തോഷമായിട്ടോ. നന്ദു, ഇതെന്താ ഇപ്പൊ നിങ്ങൾ ഇവിടെ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അയ്യോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നയനേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരി ഇങ്ങനെ പരിചയപ്പെടുത്താണത്. ഇതാ എന്റെ നയനേച്ചിയും ആദർശേട്ടനും തുഷാരെ. ആ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോയില്. അല്ല, എങ്ങനെ ഇതിനകത്ത് കടന്നു? അത് പിന്നെ സ്പെഷ്യലായിട്ട് പെർമിഷൻ എടുത്തിട്ട് വന്നതാ. എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നു ചേച്ചി. ഇതല്ലേ നല്ലത്, സർപ്രൈസ് ആയിട്ട് വരുന്നത്. അല്ല, എന്തായി മോളെ കാര്യങ്ങളൊക്കെ? ഒന്നും പറയണ്ട ആദർശേട്ടാ, അത് തന്നെ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. ദേ, എന്നെ പുറത്താക്കണമെന്ന് ഭയങ്കര വാശിയില്ല ട്രെയിനർ. അയാള് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു, മറ്റേത് ട്രെയിനർ ആണെങ്കിലും ദേ ഇവളായിരുന്നു മുന്നിൽ നിൽക്കേണ്ടത്. ഇതിപ്പോ അങ്ങനെയല്ല. ഇവളുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടേണ്ടതാ. പക്ഷെ അത് കണ്ടില്ലെന്ന് നടിക്കുക അയാള്. അത് പിന്നെ ഇവിടെ ക്യാമ്പിൽ ഒരുത്തനുണ്ട്, ഒരു മഹേഷ്. അവൻ വലിയ ബോഡി ബിൽഡറാ. അവൻ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ട്രെയിനർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. അയാൾ എന്നെ തല്ലി ഒതുക്കുന്നു കരുതിയ ആ ട്രെയിനർ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ തല്ലുകൊണ്ട് ചുരുങ്ങിയതേ അവനാ, ആ മഹേഷ് എന്ന് പറയുന്നവന്. എന്നിട്ടേ ദേ എന്നെ പരിഗണിക്കാനൊന്നും ഇവിടുത്തെ ട്രെയിനർ തയ്യാറാവുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ആനി വന്നതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും അയാൾ എന്നെ പുറത്താക്കാൻ വേണ്ടി ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്ത് ആനി വരുന്നത്. അത് ദേ അയാൾ വലിയ സംഭവമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് നിനക്കിവിടെ കഷ്ടപ്പാടാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് നീ വിവരങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇത്രയും വഷളായെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ദേ എല്ലാവരോടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും ഇവളോട് റെസ്റ്റ് എടുക്കാൻ പറയില്ല ചേച്ചി. ഇവള് ക്ഷീണിച്ച് ചോര തുപ്പുന്ന അവസ്ഥ വന്നാലും അത് അയാൾക്ക് സന്തോഷമുള്ളൂ എന്നിങ്ങനെ കൂട്ടുകാർ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന് പറഞ്ഞു, അയാൾ എന്താ അങ്ങനെ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരുപാട് സാഡിസ്റ്റുകളെ പോലെ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഏതായാലും ബാ, നമുക്ക് പുറത്തു പോയി നിന്ന് സംസാരിക്കാം. നിന്റെ കൂട്ടുകാരിനെയും കൂടെ കൂട്ടിക്കോ. അയ്യോ വേണ്ട, ഞാൻ വരുന്നില്ല. ദേ നീ വാടി, വാന്നേ, നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കാണില്ലേ, നിങ്ങളുടെ കുടുംബക്കാരല്ലേ. ചെല്ല്. ആ, ഏതായാലും എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, തുഷാരെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് വലിയ സമാധാനമാണെന്നാ ഇവൾ എപ്പോഴും പറയുന്നത്. അയ്യോ, എനിക്കും അങ്ങനെ തന്നെയാ നയനേച്ചി. എങ്കിൽ പിന്നെ ദേ എന്തിനാ നോക്കി നിൽക്കുന്നത്? എടി, പോയി ഡ്രസ്സ് മാറിയിട്ട് അവരുടെ കൂടെ പെട്ടെന്ന് പോകാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ തുഷാര. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയനിയും ആദർശം കൂടെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. നമ്മുടെ നന്ദു ഡ്രസ്സ് മാറുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നന്ദു ഡ്രസ്സൊക്കെ മാറിയിട്ട് നയനയുടെ ആദർശിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ കറങ്ങാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മുടെ ആദർശ് പറയാ, ട്രെയിനറുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എന്ത് ചെയ്യാനാ, അയാൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിരാശയോടുകൂടി വീട്ടിലേക്ക് മടങ്ങി വരാനും പറ്റില്ല. അതാ ഞാൻ വരാത്തത്. അതെ, ഞാൻ മുത്തശ്ശനെ ഒന്ന് വിളിക്കട്ടെ. മുത്തശ്ശനെ ഒന്ന് വിളിച്ച് ഈ കാര്യം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇതിന് നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ നേരെ നമ്മുടെ അനന്തമൂർത്തിനെ വിളിക്കുകയാണ് ആര്? ആദർശ്. അങ്ങനെ അനന്തമൂർത്തി നോക്കുമ്പോഴത്തേക്കും ആദർശാണ്. അപ്പോഴത്തേക്കും ഫോൺ നോക്കിയിട്ട് ആദർശാണല്ലോ. അല്ല, അവൻ നയനയും കുട്ടി നന്ദുമോളെ കാണാൻ പോയതാണല്ലോ, പിന്നെ എന്തിനാ ഇപ്പം വിളിക്കുന്നത്? അപ്പൊ വസന്തരൻ പറഞ്ഞു, എടുക്കുക, എന്നിട്ട് എന്താന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ എടുത്തിട്ട്, ഹലോ, എന്താ മോനെ, അവിടെ നീ എത്തിയോ? എത്തി മുത്തച്ഛ, ഞാൻ ഇവിടെയാ. ഞാൻ നന്ദുവിന്റെ അടുത്ത് നിൽക്കുക. അവക്ക് ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തു പറ്റി മോനെ? ഇവിടെ ഒരു ട്രെയിനർ ഉണ്ട്. അയാൾക്ക് വന്ന ദിവസം തന്നെ നന്ദുവിനോട് എന്തോ വലിയ ദേഷ്യത്തിലാ പെരുമാറുന്നത്. അത് മനസ്സിൽ വെച്ചോണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്. പാവം, അവളെ കൊണ്ട് പറ്റാത്ത പണികളൊക്കെയാ ചെയ്യിപ്പിക്കുന്നത്. വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് നന്ദുമോളെ. അതുമാത്രമല്ല, SI ആകാനുള്ള ഫിറ്റ്നസ് ഇല്ലെന്ന് പറഞ്ഞ് നന്ദുവിനെ പുറത്താക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓരോരോ പ്രശ്നം ഉണ്ടാക്കി. അല്ല മോനെ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ആരോഗ്യമുള്ള 4 ആണുങ്ങളെ അടിച്ച് ഒതുക്കാൻ ശേഷിയുള്ള നന്ദുമോൾക്കാണോ ഫിറ്റ്നസ് ഇല്ലെന്ന് പറയുന്നത്? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അല്ല, ആ ട്രെയിനറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തേക്ക്, വേണ്ടത് ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞു, മോളോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ. എങ്കിൽ ഞാൻ നന്ദുവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം ആദർശ് നന്ദുവിന്റെ കയ്യിൽ ഇങ്ങനെ ഫോൺ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നന്ദു, ഹലോ മുത്തശ്ശ, മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. അങ്ങനെ SI ആകാൻ വരുന്ന പെൺകുട്ടികളെ മാനസികമായിട്ട് തകർക്കുന്നവരെ നമുക്ക് കൈകാര്യം ചെയ്യാം. അതുപോലെ മോക്ക്. താങ്ക് യു മുത്തശ്ശ, ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശ. മോളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോ, ബാക്കിയൊക്കെ വഴി പോലെ നടന്നോളും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. എങ്കിൽ പിന്നെ ശരി മുത്തശ്ശ, ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു ഫോണും കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ അനി ഇങ്ങനെ കേട്ടോണ്ട് നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്,
ദേ നമ്മുടെ നന്ദുവിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അവളുടെ ട്രെയിനിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കുറച്ച് തടസ്സങ്ങളാണെന്നാണ് ആദർശും നന്ദുമോളും ഒക്കെ പറയുന്നത്. ആ അതെന്താ അങ്ങനെ? ആ അതങ്ങനെയാ വസുന്ധരെ. ഉം ഏതായാലും ദേ ആ ട്രെയിനറെ അവിടുന്ന് മാറ്റണം. അത് മാറ്റിയേ പറ്റൂ. അല്ല, ശുപാർശ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലല്ലോ. ആ അത് ഇഷ്ടമല്ല. എങ്കിലും എങ്കിലും പക്ഷേ നന്ദുമോളുടെ കാര്യമല്ലേ, ശുപാർശ ചെയ്യണം. ശുപാർശ ചെയ്തേ പറ്റൂ. പിന്നെ പറയുന്നത് നിയമത്തിന് നിരക്കാത്ത കാര്യമാണെങ്കിൽ ശുപാർശ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ശുപാർശ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്. വേറെ ആർക്കും ഞാൻ ഇതുവരെ ഇങ്ങനെ ശുപാർശ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ നന്ദുമോളെ SI ആകാന് 100% യോഗ്യതയുള്ള പെൺകുട്ടി തന്നെയാണ്. അപ്പൊ പിന്നെ ആ ട്രെയിനറെ അവിടെ നിന്ന് മാറ്റണം. അത് ഉറപ്പായ കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ആ ട്രെയിനറെ ഇനി അവിടെ വേണ്ട. ആ ട്രെയിനറെ അവിടെ നിന്ന് തുടച്ച് മാറ്റണം. അത് ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വസുന്ധരയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതിൽ അനി ഇതൊക്കെ മാറി നിന്ന് സന്തോഷത്തോടു കൂടി തന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആദർശ നയനെ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരു തീരുമാനവും ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഈ സമയം കാണിക്കുന്നത് പിന്നെ നയനയും ആദർശനെയാണ്. അങ്ങനെ നയനയും ആദർശം നന്ദുവും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ നമ്മുടെ ആദർശ് പറയുക, സാധാരണ ട്രെയിനർമാർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, പിന്നെ കുറച്ച് കഠിനമൊക്കെ ആയിരിക്കും ട്രെയിനിങ്. പക്ഷെ ഇവിടെ നന്ദുവിനെ തെരഞ്ഞു പിടിച്ച് എന്തിനാ അയാൾ ഫൈറ്റ് ചെയ്യുന്നത്? അല്ല, നീയാണ് അയാളെ തല്ലിയെന്ന് അയാൾ അറിഞ്ഞോ? അയാൾക്കെന്റെ സംശയമുണ്ട് ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനിങ് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എന്തായാലും നന്ദു ആഗ്രഹിച്ചത് നടന്നിരിക്കും മോളെ. അതിനെന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറ് തന്നെയാ. ഒരു ചേട്ടന്റെയും ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോഴത്തേക്ക് ഈ സമയത്ത് പെട്ടെന്ന് ഒരു കോൾ വരാണ്. ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ആരുമല്ല, അനിയാ വിളിക്കുന്നത്. ഇത് വിളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നന്ദുവിന് ദേഷ്യം വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിച്ചു, ആരാ മോളെന്ന് ചോദിച്ചു നമ്മുടെ നയന. അപ്പൊ പറഞ്ഞു, അത് പിന്നെ വേറെ ആരും അല്ല, അത് എൻ്റെ ഒരു ഫ്രണ്ടാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഫോൺ മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഫോൺ ഇങ്ങനെ എടുത്തു നയന. എന്നിട്ട് നോക്കിയപ്പോ, ആഹാ ഇത് ആദർശേട്ടാ, അനീന ആദർശേട്ടാ, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോവാ, സ്പീക്കറിൽ ഇടുക, നീ ഹലോ പറയണം ഇന്നാ മോളെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഹലോ. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, അതെ ഞാൻ ഏട്ടനെയും ഏടത്തിനെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ ആദർശം ഒന്ന് മുഖത്തോട് മുഖം നോക്കി കേട്ടോ. എന്നിട്ട് അനി പറഞ്ഞു, ഇടയ്ക്ക് ആദർശേട്ടൻ വിളിച്ചിരുന്നു മുത്തശ്ശനെ, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. റെക്കമെൻഡേഷൻ ചെയ്യാത്ത മുത്തശ്ശനെ നിന്റെ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. റെക്കമെൻഡേഷൻ ചെയ്യുക തന്നെ ചെയ്യും. ആ ട്രെയിനർ മിക്കവാറും അവിടുന്ന് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നീ പേടിക്കണ്ട നന്ദു, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞെന്ന്. ഇത് കേട്ടത് വാനി ഒരൊറ്റ ഞെട്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അനി ഇനി ഫോൺ നമ്പർ വല്ലതും മാറിപ്പോയോ എന്നറിയത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നന്ദുവിനെ തന്നെയാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ നീ ഞെട്ടൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ട് മുത്തച്ഛനോട്. നീ അതുകൊണ്ട് കൂടുതൽ ഇവിടെ അഭിനയിക്കുകയും വലിയ ആളാകാൻ നോക്കുകയൊന്നും ചെയ്യണ്ട. നീ ഒറ്റയൊരുത്തന ഇവിടെ വന്ന് ഇവിടെ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ? അത് പിന്നെ ഞാൻ ചെന്നപ്പം നന്ദുവിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞില്ലേ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അത് പരിഹരിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മോൻ ഒരുപാട് വിളിച്ച് വിഷമിക്കണ്ട. അനി വെറുതെ നന്ദുവിനെ വിളിച്ച് ഇനി ശല്യം ചെയ്തേക്കരുത്, പറഞ്ഞിട്ടില്ലേ? ആ ശരിയെടുത്തി, ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ചമ്മിനാറി വെളുത്ത് നിൽക്കുകയാണ് നമ്മുടെ അനി. ഇതുപോലെ ചമ്മാനും നാറാനും ഇനിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ നയനെയും നന്ദുവിനെ നോക്കിയിട്ട് പറഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് വിളിയുണ്ടല്ലേ? അങ്ങനെ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടാണല്ലോ അനി ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും അവൻ വന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. നന്ദു വലിയ ബുദ്ധിമുട്ടിലാണെന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചു. അത് മുത്തശ്ശനെ അറിയിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അത് പിന്നെ പരമാവധി ഞാൻ അനിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എപ്പോഴും എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എത്ര വിളിച്ചാലും മോള് എടുക്കരുത്. ഞാൻ എടുക്കാതിരിക്കാം. അനിയുടെ മനസ്സ് മാറണമെങ്കിൽ അനിയും അനാമികയും തമ്മിൽ സ്നേഹത്തിലാകണം. അല്ലാതെ അവരുടെ മനസ്സ് മാറുന്നു തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സ് മാറില്ല. അല്ലാതെ അനാമികയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അത് പിന്നെ ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല മോളെ. ഞങ്ങളൊക്കെ ആദ്യം നന്നാകാനാ അവള് പറയുന്നത്. എന്നിട്ട് അവളെ നന്നാക്കിയാൽ മതിയെന്ന്. ഇപ്പൊ പിന്നെ ആദർശേട്ടനെ കുറ്റം പറയാൻ ഒരു കാരണം കൂടി ഉണ്ടല്ലോ, ചന്തുമോള്. ആ സംഭവം ഞാൻ അറിഞ്ഞപ്പോ തന്നെ പറഞ്ഞതാ, ആദർശേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ല എന്ന്. അല്ല പിന്നെ എന്താ ആദർശേട്ട തെളിയിച്ചാല്? അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം മോളെ. ഇപ്പൊ ഇവിടുത്തെ വിഷയം ദേ മോളുടെയാ. ദേ പിന്നെ എൻ്റെ കൂടെ നിൽക്കാൻ ഇവളുണ്ട്, മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? അവർക്കെല്ലാവർക്കും എന്നെ അറിയാം. ആ കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പ്രൂവ് ചെയ്യേണ്ട എന്താവശ്യമുള്ളത്? കുടുംബത്തിനകത്ത് നല്ല പ്രശ്നങ്ങളുണ്ട്. അത്
അതിനുള്ള കാരണം അഭിയും അവന്റെ അമ്മയും തന്നെയാ. അങ്ങനെ രണ്ടുപേര് ഉള്ളിടത്തോളം കാലം നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അല്ല, ഈ ചന്തുമോളുടെ കേസിൽ അഭിയേട്ടന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അത് അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ബന്ധമൊന്നുമില്ല. അല്ല, അമ്മയും അച്ഛനും വിളിക്കുമ്പോഴൊക്കെ പറയും അഭിയേട്ടൻ ഇപ്പൊ നവ്യേച്ചിയോട് ഭയങ്കര സ്നേഹത്തിലാണ്, ഭയങ്കരമായിട്ട് രണ്ടുപേരും എന്തോ പിരിയാൻ വയ്യാത്ത പോലത്തെ അവസ്ഥയാണെന്നൊക്കെ. അല്ല, ആദർശേട്ടന്റെ കാര്യം പറഞ്ഞ ഇപ്പൊ അമ്മയുടെ കരച്ചിൽ മുഴുവനും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ദേ നീ കഴിക്ക്, പോട്ടെ, ആ വിഷയം നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം, അത് നമുക്കിവിടെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് ഓരോ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.